ഹല്ലേലൂയ. യേശുവില് ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഈശോയെ ഹൃദയം തുറന്ന് ആരാധിക്കുവാൻ, അവൻ്റെ സ്നേഹത്തിൽ ജീവിതം സമർപ്പിച്ച് തമ്പുരാനെ മഹത്വപ്പെടുത്തുവാൻ ഈശോ നമുക്കായിട്ട് ഒരുക്കിയ അവസരത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഒരു ദൈവ വൈതലിനെ കുറിച്ച്, എന്നെയും നിങ്ങളെക്കുറിച്ച് ഈശോ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തുടർന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇടപെടാതെ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്ന ഒരു മനസ്സ് നമ്മൾ രൂപം കൊള്ളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം സങ്കടങ്ങളാണ്, രോഗങ്ങൾ കൊണ്ട് എൻ്റെ കുടുംബം തകർന്നു പോയിരിക്കുക, ജീവിത പങ്കാളിക്ക് മക്കൾക്ക് രോഗപീഠകൾ, കടഭാരങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, അങ്ങനെ ജീവിതത്തിൽ സങ്കടപ്പെടുവാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. എന്നാൽ ദൈവം പറയുക, മകനെ മകളെ, നീ എപ്പോഴും സന്തോഷത്തോടു കൂടിയായിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിലൂടെ ദൈവം നിന്നെ ക്ഷണിക്കുകയാണ്. നിന്റെ വേദനകളെ ഉയർത്തി, സങ്കടങ്ങളെ ഉയർത്തി, പരാജയങ്ങളെ ഒരാരാധനയായി ദൈവ തിരുമുമ്പിലേക്ക് ഉയർത്തുവാൻ ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമ്മൾ കഷ്ടതയുടെ, സങ്കടങ്ങളുടെ, പരാജയങ്ങളുടെ ഒരു കാരാഗ്രഹത്തിലായിരിക്കാം ഇപ്പോൾ നമ്മുടെ കുടുംബം കടന്നു പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതം കടന്നു പോകുന്നത്. എന്നാൽ ഓർക്കുക, നിന്റെ സങ്കടങ്ങളുടെ കാരാഗ്രഹങ്ങളിൽ നീ ചുമന്നുകൊണ്ടിരിക്കുന്ന സങ്കടങ്ങളുടെയും രോഗത്തിൻ്റെയും പരാജയത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ഭാവിയെക്കുറിച്ചുള്ള ആകുല ചിന്തകളുടെ വിത്തുകളെ ദൈവ തിരുമുമ്പിൽ ഇറക്കി വെച്ച് നീ ആരാധിച്ചാൽ ഈ വിത്തുകളെല്ലാം ഫലമാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. വിശ്വസിച്ച് വചനകരുത്തി എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, തന്നെ തേടുന്നവർക്ക് കർത്താവ് നല്ലവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ തേടുന്നവർക്ക് കർത്താവ് നല്ലവനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരങ്ങൾ യേശു ഏറ്റെടുക്കും. നമ്മുടെ തകർച്ചകൾ കർത്താവ് ഏറ്റെടുക്കും. അവിടുന്ന് പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരുമേ എൻ്റെ അടുക്കൽ വരുവിൻ. അതേ പ്രിയപ്പെട്ടവരെ, യേശു നിന്നെ ക്ഷണിക്കുക. എന്തിനാ കുഞ്ഞെ ഈ ഭാരം നീ വഹിക്കുന്നത്? ഈ രോഗം എന്തിനാ നീ ചുമക്കുന്നത്? ഈ പരാജയത്തിൽ നീ എന്തിനാ തളർന്നു പോകുന്നത്? നിന്റെ ഭാരം വഹിക്കുവാൻ, നിന്റെ രോഗങ്ങൾ ഏറ്റെടുക്കുവാൻ യേശു നിന്റെ കൂടെയില്ലേ? യേശു നിന്റെ കൂടെയില്ലേ? ആ യേശുവിൻ്റെ സന്നിധിയിൽ നിന്റെ ജീവിതത്തെ സമർപ്പിക്കുക. നിന്റെ സങ്കടങ്ങളെ സമർപ്പിക്കുക, വേദനകളെ സമർപ്പിക്കുക, പരാജയങ്ങളെ സമർപ്പിക്കുക. എല്ലാം ഒന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. കരങ്ങൾ ഒന്ന് സ്വല്പം ഉയർത്തി യാചനാപൂർവം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? നീ ആയിരിക്കുന്നിടങ്ങളിലിരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ച് ആ യേശുവിനെ ഒന്ന് കണ്ടേ. കർത്താവ് നിൻ്റെ കൂടെയുണ്ട്, കർത്താവ് നിൻ്റെ അടുത്തുണ്ട്. കർത്താവ് എത്രയോ നല്ലവനെന്ന് നിങ്ങൾ രുചിച്ചറിയുവിൻ. പ്രിയമുള്ളവരെ, ഈ ആരാധനയിൽ ദൈവം എന്നെ സുഖപ്പെടുത്തുന്നവനാണെന്ന് എനിക്ക് രുചിച്ചറിയണം. യേശുവിൻ്റെ ഭാരം വഹിക്കുന്നവനാണെന്ന് എനിക്ക് അനുഭവിച്ചറിയണം. യേശുവിൻ്റെ സകല പ്രശ്നങ്ങൾക്കും മതിയായവനാണെന്ന് ഇന്ന് ഈ ആരാധനയിലൂടെ എനിക്ക് അനുഭവിക്കണം. കർത്താവേ, നിന്നെ അനുഭവിക്കണം, നിന്നെ രുചിച്ചറിയണം, നിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റണം. ആ ആഗ്രഹത്തോടെ എല്ലാ വേദനകളും ഭാരങ്ങളും ഉയർത്തി ഒന്ന് ചേർന്ന് നമുക്ക് കർത്താവിനെ ഒന്ന് ആരാധിക്കാം. ഈശോയെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന ദൈവമേ. ഓ, ഞങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നവനെ, ഞങ്ങളുടെ കണ്ണുനീരിലേക്ക് കടന്നു വരുന്ന കർത്താവേ, ഞങ്ങളുടെ പരാജയങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവമേ, എല്ലാ വേദനകളെയും ഉയർത്തി ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ. ഈ ചുവട് വഹിച്ച് ഞാൻ തളർന്ന ദൈവമേ,
ഈ ഭാരം കൊണ്ട് ഞാൻ തളർന്നു പോയവനാണ്. എൻ്റെ ഭാരം നീ ഏറ്റെടുക്കണമേ, എൻ്റെ ഭാരം നീ വഹിക്കണമേ കർത്താവേ. ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന ദൈവമേ, എല്ലാം ഏറ്റെടുക്കുന്നവനെ, എല്ലാം വഹിക്കുന്നവനെ, എന്നെ സ്വതന്ത്രനാക്കുന്ന ദൈവമേ, നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി, എൻ്റെ കർത്താവേ, എൻ്റെ യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ദൈവമേ, നന്ദി. ഭാരങ്ങളെ സമർപ്പിക്കുന്നു, രോഗങ്ങളെ സമർപ്പിക്കുന്നു, തകർച്ചകളെ സമർപ്പിക്കുന്നു, കണ്ണുനീരുകൾ ഏറ്റെടുക്കുന്നവനെ, പരാജയങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന പൊന്നു തമ്പുരാനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു യേശുവേ. ഞങ്ങൾ ആരാധിക്കുന്നു. ചേർന്ന് പാടാമോ? ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. നീവല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങേപ്പോലൊരു ദൈവമില്ല. വിശ്വസിച്ചേറ്റ് പാടാമോ? യേശുവേ സർവ്വവല്ലഭൻ, ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു കർത്താവേ. അങ്ങെപ്പോലെ എൻ്റെ ഈശോയെ, പാവിയായ എന്നെ നീ എത്രമാത്രം സ്നേഹിക്കുന്നു കർത്താവേ. ഓ, നിന്റെ സ്നേഹം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത്? അങ്ങ് ഞങ്ങളുടെ പാപപരിഹാരമായി മാറിയല്ലോ. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ കുറവുകൾ നോക്കാതെ, ഞങ്ങളുടെ ബലഹീനതകൾ ഗൗനിക്കാതെ നീ ഞങ്ങൾക്ക് വേണ്ടി പാപപരിഹാരമായി മാറിയല്ലോ. മൂന്നാണികളിൽ നീ ഞങ്ങൾക്ക് വേണ്ടി പിടഞ്ഞു മരിച്ചല്ലോ പൊന്നു തമ്പുരാനെ. ഓ, നിന്നെ ഞങ്ങൾ സ്നേഹിക്കുക, നിന്നെ ഞങ്ങൾ ആരാധിക്കുക കർത്താവേ. ആ സ്നേഹത്തിന് ഞങ്ങൾ എങ്ങനെ നന്ദി പറയണം ഈശോയെ. നീ ഞങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നല്ലോ. ഓ, നിന്റെ സ്നേഹത്തെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ. പാപിയായിട്ട് ഞങ്ങളെ മാറ്റി നിർത്താത്ത സ്നേഹമേ, ഞങ്ങളെ തള്ളിക്കളയാത്ത പൊന്നു തമ്പുരാനെ, ഞങ്ങളുടെ ശിക്ഷ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു പൊന്നു തമ്പുരാനെ. ഓ സ്നേഹമേ, എൻ്റെ സ്നേഹമേ, എന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. പാപിയാമെന്നെയും നീ നിൻ പൈതലായി മാറ്റിയല്ലോ. ചേർന്ന് പാടാം. എന്നെ വിളിച്ചവരേ, നീ നീ വിശ്വസ്ത ദൈവമല്ലോ.
ആ ഈശോയെ കണ്ടുകൊണ്ടൊന്ന് പാടിക്കേ. പാപിയാമെന്നെയും നീ നിൻ പൈതലായി മാറ്റിയല്ലോ. എന്നെ വിളിച്ചവൻ എന്നെ വിളിച്ചവനേ, നീ വിശ്വസ്ത ദൈവമല്ലേ. നീ വിശ്വസ്ത ദൈവമല്ലോ. ചേർന്ന് പാടാം. നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അതേ, ഞങ്ങൾ ഏറ്റുപറയാണ് യേശുവേ, നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങെപ്പോലെ. അങ്ങെപ്പോലൊരു ദൈവമില്ല. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ആരാധിച്ച് സോ സർവ്വവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഞങ്ങൾ വിശ്വസിച്ചേറ്റ് പറയുകയാണ് ഈശോ, നീ നല്ലവനാണ്. അങ്ങെപ്പോലെ അങ്ങെപ്പോലൊരു ദൈവമില്ല. ആ കർത്താവിൻ്റെ സാന്നിധ്യത്തോട് ഹൃദയം കൊണ്ട് ചേർന്ന് ആ സ്നേഹത്തെ ഹൃദയത്തിൽ ആരാധിക്കുക പ്രിയമുള്ളവർ. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. എൻ്റെ പരാജയങ്ങളിൽ കൂടെ നിന്ന കർത്താവ് സോ ശത്രുക്കൾ കാണുകയെന്നും വീരുന്നൊരുക്കിയിടും മോനെ സ്വയം അഭിഷേകത്താലേ എന്നെ ശക്തനായി മാറ്റിടണേ. ശത്രുക്കൾ കാണുകയും ശത്രുക്കൾ കാണുകയെന്നും എനിക്ക് വിരുന്നൊരുക്കുന്ന പുനതപുരാൻ ഒരുക്കിയിടുന്നോനേ, നിന്നഭിഷേകത്താലേ എന്നെ ശക്തനായി മാറ്റിടണേ. നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നു. സർവവല്ല സർവ്വവല്ലഭൻ, അങ്ങെപ്പോലെ അങ്ങെപ്പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ പാടി ആരാധിക്കട്ടെ. ഓഹോ. സോ. സർവ്വവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ആ സ്നേഹം ഒന്ന് അനുഭവിച്ച് പാടാമോ? ആ സാന്നിധ്യത്തോട് ചേർന്ന് അങ്ങെപ്പോലെ അങ്ങെപ്പോലൊരു ദൈവമില്ല. യേശുവേ, എന്റെ കർത്താവേ, എന്റെ ഈശോയേ, നിന്റെ സാന്നിധ്യം പ്രകടമാകുന്ന ഈ സമയത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നല്ല ദൈവമേ, നിന്റെ ശക്തി ഞങ്ങളുടെ മേൽ അയക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ ശക്തി കർത്താവേ ഈ സമയത്ത് ഞങ്ങളുടെ കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ കർത്താവേ. നിന്നെ അനുഭവിക്കുവാൻ, നിന്നിൽ ആനന്ദിക്കുവാൻ, നിന്റെ സമാധാനം കൊണ്ട് നിറയുവാൻ, നിന്റെ ശക്തിയിൽ കൃപയാ പ്രാപിക്കുവാൻ യേശുവേ, ഈശോയേ, അവിടുന്ന് എഴുന്നള്ളി വരണമേ. അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങൾ വിശദീകരിക്കപ്പെടട്ടെ. അത്ഭുത ശക്തി നിറയട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്ന മനകൾ ബലം പ്രാപിക്കട്ടെ. സമാധാനം നഷ്ടപ്പെട്ട ഹൃദയങ്ങളിലേക്ക് യേശുവേ സമാധാന രാജാവായി അവിടുന്ന് കടന്നു വരണമേ. ഹല്ലേലൂയ. ഉത്കണ്ഠകൾ മാറിപ്പോകട്ടെ, ഭയങ്ങൾ വിട്ടുപോട്ടെ. യേശു ഞങ്ങളുടെ കുടുംബങ്ങളിൽ
ജീവിക്കുന്നു. യേശു ഞങ്ങളുടെ കൂടെയുണ്ട്. അവനെ കണ്ടുകൊണ്ട് വീണ്ടും ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല 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 ഹല. യേശുവേ, നീ ജീവിക്കുന്ന ദൈവമാ, നീ ജീവിക്കുന്ന ദൈവമാ. നീ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ജീവിക്കുന്നു, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് ജീവിക്കുന്നു. യേശുവേ, ആരാധന. ഹല്ലേലൂയ. അങ്ങയുടെ അത്ഭുതകരമായ പ്രവർത്തികളെ ഓർക്കുന്നു, അവിടുത്തെ പ്രവർത്തികളെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ, യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണേ, യേശുവേ നീ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണേ, യേശുവേ മാറാത്ത മിത്രമേ. ആ യേശുവിനെ വിളിച്ചു പാടാം. യേശുവേ നീ മാറാത്ത ഉയിരാണേ, യേശുവിന്റെ സാന്നിധ്യമായി എടുത്ത് പ്രിയരെ വീണ്ടും ആ നാമത്തെ വിളിക്കുക. യേശു നിന്റെ കൂടെയുണ്ട്, അവൻ നിന്റെ കുടുംബത്തിലുണ്ട്. യേശു നിന്റെ കൂടെയുണ്ട്, ഒരു മാറാത്ത മിത്രമായി. ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നിന്റെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു കർത്താവേ. സീനായ് മലയിൽ വെളിപ്പെട്ട നിന്റെ സാന്നിധ്യം, കുറേ മലയിൽ നിറഞ്ഞു നിന്ന് അങ്ങയുടെ മഹത്വം, താബോറിൽ വെളിപ്പെട്ട യേശുവേ, നിന്റെ സാന്നിധ്യം ഇപ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയേണ്ട കർത്താവേ. നിന്നെ ഞങ്ങൾ അനുഭവിക്കുന്നു കർത്താവേ. ഹൃദയപൂർവ്വം നിന്നെ തേടുകയാണ്, നിന്നെ തേടുകയാണ്. ദൈവം ഇസ്രായേലിന് നല്ലവനാണ്, ദൈവം ഇസ്രായേലിന് നല്ലവനാണ്. എന്റെ ദൈവം എനിക്ക് നല്ലവനാണ്. ആ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു, ആ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കണ്ണുകളും അടച്ച് കരങ്ങളൊന്നും നെഞ്ചോട് ചേർത്ത് വെക്കുക. യേശുവിനെ നീ ഹൃദയം കൊണ്ട് തൊടുന്ന സമയമാ. ഓ, ഈ ആരാധനയിലൂടെ നിന്റെ പൊന്നു കർത്താവ് നിന്റെ അടുത്ത് വന്നില്ലേ? നിനക്ക് അവനെ സ്നേഹിച്ചു മതിയായോ? ശോയേ, അങ്ങേ ആരാധിച്ച് ഞങ്ങൾക്ക് മതി വരുന്നില്ല കർത്താവേ. നിന്നെ സ്നേഹിച്ച് ഞങ്ങൾക്ക് മതി വരുന്നില്ല കർത്താവേ. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്നു. ഓ, നീ ഞങ്ങളുടെ കൂടെയുണ്ട്. നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു കർത്താവേ. യേശു നിന്റെ അടുത്തുണ്ട്. യേശുവിന് നിന്റെ ജീവിതം നീ പകർന്നു കൊടുക്കുക. ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക പ്രിയരെ. പൂർണ്ണമായിട്ട് നിന്റെ ജീവിതത്തെ സമർപ്പിക്കുക. ഒന്നും നീ സൂക്ഷിക്കേണ്ടതല്ല. അത് രോഗമായിക്കൊള്ളട്ടെ, കണ്ണുനീരായിക്കൊള്ളട്ടെ, തകർച്ചയായിക്കൊള്ളട്ടെ, വേദനയായിക്കൊള്ളട്ടെ, സങ്കടമായിക്കൊള്ളട്ടെ, നിന്റെ ഹൃദയത്തിൽ എരിയുന്ന നെരിപ്പോട് പോലെ ഹൃദയം വേകുന്ന വേദനയായിക്കൊള്ളട്ടെ, പ്രിയ സഹോദര സഹോദരി, ഇപ്പോൾ നീ യേശുവിന് കൊടുക്കുക. യേശുവിന് നീ കൊടുക്കുക. ആ സാന്നിധ്യത്തോടൊന്ന് ചേരുക. ചേർന്ന് പറഞ്ഞ് അവൻ്റെ മാറിലേക്കൊന്ന് ചാഞ്ഞ്, ഒന്ന് മാറിലേക്ക് ചാഞ്ഞ്, യേശുവിൻ്റെ മാറിലേക്ക് ചാഞ്ഞ്, ഒരു കുഞ്ഞിനെ പോലെ യോഹന്നാൻ പറ്റിച്ചേർന്നതുപോലെ നീ ഇപ്പോൾ യേശുവിൻ്റെ മാറോട് ചേരണം. ഒരു കുഞ്ഞായിരിക്കണം. ഒരു കുഞ്ഞായി മാറി അവൻ്റെ കഴുത്തിലൂടെ നിന്റെ കരമിട്ട് അവനൊന്ന് ചേർത്ത് പിടിച്ച് അവൻ്റെ കാതുകളിൽ ഈശോയോട് പറ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു. നീ നല്ലവനാണ് കർത്താവേ, നീ നല്ലവനാണ്, നീ വല്ലവനാണ്, നീ മഹത്വമുള്ളവനാണ്, നീ രാജാതിരാജനാണ്, നീ എൻ്റെ ദൈവമാണ്. ഈശോയേ, എൻ്റെ ഈശോയേ, സർവവല്ലഭൻ അങ്ങേപ്പോലൊരു ദൈവമില്ല. ഹൃദയം കൊണ്ടൊന്ന് പാടാമോ? നീ നല്ലവൻ, സർവവല്ലഭൻ ശിവേ, അങ്ങേപ്പോലൊരു ദൈവമില്ല. ശിവയെ സ്നേഹിച്ച് നീ നല്ലവൻ, സർവവല്ലഭൻ അവനെ മുറുകെ പിടിച്ച് അങ്ങേപ്പോലൊരു ദൈവമില്ല.
സാന്നിധ്യത്തിൽ നിന്ന് വിട്ടുമാറാതെ. നീ നല്ലവൻ ആമേൻ. സർവവല്ലഭൻ ശോ. അങ്ങേപ്പോലൊരു ദൈവമില്ല ദൈവത്തിൽ ആരാധന നിറയട്ടെ പ്രിയരേ. നല്ലവൻ സർവവല്ലഭൻ അങ്ങേപ്പോലൊരു ദൈവമില്ല ഹല്ലേലൂയ 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 കുടുംബമായി ചേർന്ന് ആരാധിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ മാതാപിതാക്കളും മക്കളും ചേർന്ന് പാടുന്നു. സമൂഹം ഒന്നായി ഈശോയെ കണ്ട് യേശുവേ. നീ നല്ലവൻ. അങ്ങെപ്പോലെ രണ്ട് കരങ്ങളും ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് ഹൃദയത്തിൽ നിറയുന്ന സാന്നിധ്യം യേശുവിന്റെ ഹൃദയത്തിലുണ്ട്. ആനന്ദിച്ച് ആനന്ദിച്ച് ആത്മാവിൽ നിന്റെ ഹൃദയത്തിൽ അവന്റെ സമാധാനം നിറയുന്നില്ലേ? സ്നേഹം നിറയുന്നില്ലേ? നിന്റെ ഹൃദയം തുടിക്കുന്നില്ലേ? അതെ, ഞങ്ങൾ ഏറ്റു പറയുക, ഈശോയെ നീ നല്ലവനാ, നീ വല്ലവനാ, നിന്നെ പോലൊരു ദൈവം. നീ നല്ല. ഹല്ലേലൂയ. വലതൊരിടത്തൊന്ന് പറയാം, ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ.